ഹലോ ഫ്രണ്ട്സ്, 2020 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. റൈറ്റ് ദ സിക്സ്ത് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 25, 49, 73, 97, etc. How many perfect square terms are there in the arithmetic sequence 97, 73, 49, etc. 1, 25, 49, 73, 97, etc. എന്ന സമാന്തര ശ്രേണിയുടെ ആറാം പദം എഴുതുക. 97, 73, 49, etc. എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗങ്ങൾ ഉണ്ടായിരിക്കും? അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഏതാണ്? 1, 25, 49, 73, 97. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 5 പദങ്ങൾ 5 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ആറാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടേമുകൾ എഴുതുക. അതായത് ഒന്നിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 25 കിട്ടുക. വീണ്ടും 25ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നമുക്ക് 49 കിട്ടുന്നു. വീണ്ടും 49ന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് 73 കിട്ടുന്നു. 73ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 97 കിട്ടുന്നു. 97ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് ഈ ആറാമത്തെ പദം അഥവാ സിക്സ്ത് ടേം കിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. ഇവിടെ ആദ്യ പദം ഏതാണ്? 1 ആണ്. രണ്ടാം പദം 25 ആണ്. അപ്പൊ സെക്കൻഡ് ടേമിന്റെ സ്ഥാനത്ത് 25 എന്ന് എഴുതുന്നു. ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 1 എന്ന് എഴുതുന്നു. 25ൽ നിന്നും 1 പോയാൽ എത്രയാണ്? 24. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 24 ആണ്. ഇനി നമുക്ക് സിക്സ്ത് ടേം അഥവാ ആറാം പദം കണ്ടുപിടിച്ചൂടെ? സിക്സ്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 97ന്റെ കൂടെ, അതായത് അഞ്ചാമത്തെ പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതായത് 97 പ്ലസ് 24 ചെയ്താൽ മതി. എത്ര കിട്ടും? 121. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ സിക്സ്ത് ടേം അഥവാ ആറാം പദം 121 ആണ്. ഇനി മറ്റൊരു മെത്തേഡിലും കൂടെ നമുക്കിത് കണ്ടുപിടിക്കാം. ഏതാണ് ആ മെത്തേഡ്? nth ടേം അഥവാ എന്നാം പദത്തിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? സിക്സ്ത് ടേം കാണാം. nth ടേമിന്റെ ഇക്വേഷൻ എന്താ? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിലെ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദത്തെയാണ് എഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി n എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. ഇവിടെ നമുക്ക് ആറാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിക്സ്ത് ടേം ആണ് അഥവാ ആറാം പദമാണ്. സിക്സ്ത് ടേം ഈക്വൽ ടു f എത്രയാണ്? 1 പ്ലസ് n എന്ന് പറയുന്നത് 6 ആണ് മൈനസ് 1 ഗുണിക്കണം d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നമ്മൾ 24 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 ഈക്വൽ ടു 1 പ്ലസ് 6ൽ നിന്ന് 1 പോയാൽ എത്രയാ? 5. 5 ഗുണിക്കണം 24 ഈക്വൽ ടു 1 പ്ലസ് 5 ഗുണിക്കണം 24 എത്രയാണ്? 120 ഈക്വൽ ടു 1ഉം 120ഉം കൂട്ടിക്കഴിഞ്ഞാൽ 121. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആറാം പദം 121. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആറാം പദം കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയർ ടേംസ് ആർ ദർ ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 97, 73, 49, etc. 97, 73, 49, etc. എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗങ്ങൾ ഉണ്ടായിരിക്കും? എന്താണ് പൂർണ്ണവർഗങ്ങൾ അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, 1ന്റെ സ്ക്വയർ എത്രയാ? 1. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 4ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 16. 5ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 25. 6ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 36.
7ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 49. 8ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 64. 9ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 81. 10ന്റെ സ്ക്വയർ അഥവാ വർഗം എത്രയാണ്? 100. അതായത് 1, 4, 9, 16, 25, 36, 49, 64, 81, 100 എക്സെട്ര. ഓക്കെ, ഇതുപോലെ 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 97, 73, 49 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ടേംസ് അഥവാ പൂർണ്ണവർഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇവിടെ എങ്ങനെയാണ്? 97, 73, 49, 25, 1. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയെ നേരെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 49 കഴിഞ്ഞിട്ട് ഏതാണ് സംഖ്യ? 25. 25 കഴിഞ്ഞിട്ട് ഏതാണ് സംഖ്യ? 1. ഓക്കെ, അപ്പൊ 97, 73, 49, 25, 1 എക്സെട്ര. അപ്പൊ ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ്. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആദ്യം തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ്, ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിനെ നേരെ തല തിരിച്ചെഴുതിയിരിക്കുകയാണ്. 97, 73, 49, പിന്നീട് നമ്മളായിട്ട് എഴുതി 25, 1 എക്സെട്ര. ഓക്കെ, ഒന്നിനു ശേഷം വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളായിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗമാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും സംഖ്യകളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. 97 പൂർണ്ണവർഗമാണോ? അല്ല. 73 പൂർണ്ണവർഗമാണോ? അല്ല. 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗമാണ്. കാരണം 7ന്റെ സ്ക്വയർ ആണ് 49. ഇനി 25ഓ? 25ഉം ഒരു പൂർണ്ണവർഗം അഥവാ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം 5ന്റെ സ്ക്വയർ ആണ് 25. ഇനി 1ഓ? 1ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗമാണ്. കാരണം 1ന്റെ സ്ക്വയർ ആണ് 1. അങ്ങനെയാണെങ്കിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളുണ്ട്? 3 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങളാണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് x minus 1, x, x plus 1 എക്സെട്ര? x minus 1, x, x plus 1 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഏതാണ്? x minus 1, x, x plus 1 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും. ഇവിടെ ഏതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്? x minus 1 ആണ്. ആദ്യ പദം എന്ന് പറയുന്നത് x minus 1 ആണ്. ഇനി സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം എന്ന് പറയുന്നത് ഏതാണ്? x ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെക്കൻഡ് ടേം എഴുതാം, മൈനസ് ഫസ്റ്റ് ടേം എഴുതാം. ബ്രാക്കറ്റിൽ വേണം എഴുതാനായിട്ട്, കാരണം ഇവിടെ മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് ഇല്ലാതെ തന്നെ എഴുതാം, ഉത്തരം ചേഞ്ച് ആവില്ല. പക്ഷെ മൈനസോ ഗുണനമോ ഡിവിഷനോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ മറ്റൊരു ടേം എഴുതുന്ന സമയത്ത് ബ്രാക്കറ്റ് ഇട്ടിരിക്കണം. ഓക്കെ, കാരണം ഇതൊരു ടേം ആണ്, ഇത് മറ്റൊരു ടേം ആണ്. അങ്ങനെയെങ്കിൽ ആ മറ്റേ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എക്സ്, ഇനി മൈനസിനെ നമുക്ക് ഉള്ളിലേക്ക് ഗുണിക്കണം. മൈനസ് ഇൻറ്റു എക്സ് എന്ത് വരും? മൈനസ് എക്സ്. മൈനസ് ഇൻറ്റു മൈനസ് 1 എന്ത് വരും? മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് 0. ബാക്കി എന്താണ്? 1. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് എക്സ് മൈനസ് 1 ഈസ് ആൻ ഈവൻ നമ്പർ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? എക്സ് മൈനസ് 1 ഒരു ഇരട്ട സംഖ്യ ആയാൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? ഓക്കെ, അതായത് ഇവിടെ എക്സ് മൈനസ് 1 അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യ ടേം ഒരു ഈവൻ നമ്പർ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ അല്ലെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 1, 2, 3, 4, 5 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ.
ഓക്കെ, എണ്ണൽ സംഖ്യകളിലാണ് നമ്മൾ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും അഥവാ ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളെ കുറിച്ചും പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമുക്കറിയാം എങ്ങനെയാണ് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും. ഒന്ന് എന്താണ് ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാണ്. രണ്ടോ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ്. മൂന്നോ ഓഡ് നമ്പർ ഒറ്റക്ക സംഖ്യയാണ്. നാലോ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ്. അഞ്ചോ ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ. അതായത് ഇത് എങ്ങനെയാണ് പോകുന്നത്, ഓഡ് ഈവൻ ഓഡ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക ഇത് പോകുന്നത്. ഓക്കെ, ഈ ഒരു നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്, ഒന്ന് കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്, 2 കൂടെ വീണ്ടും ഒന്ന് കൂട്ടുമ്പോൾ 3 കിട്ടും, 3 കൂടെ വീണ്ടും ഒന്ന് കൂട്ടുമ്പോൾ 4 കിട്ടും. അതായത് ഒന്ന് കൂട്ടി കൂട്ടി എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിൽ എങ്ങനെയാണ് ഓഡും ഈവനും വന്നിട്ടുള്ളത്, ഒരു നമ്പർ ഓഡ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഇവൻ ആയിരിക്കും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ വീണ്ടും ഓഡ് ആയിരിക്കും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ വീണ്ടും ഇവൻ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് എന്താണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലും ഒന്ന് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ അപ്പൊ എങ്ങനെയാണ് വരിക, ഈ x-1 ഇവൻ നമ്പർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അഥവാ ഇരട്ട സംഖ്യയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, വീണ്ടും ഇരട്ട സംഖ്യ അഥവാ ഇവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അങ്ങനെയാണ് പോവുക, ഇവൻ ഓഡ് ആ ഒരു രീതിയിലായിരിക്കും പോവുക. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് x-1 ആണ് ആദ്യത്തെ ഇവൻ നമ്പർ എങ്കിൽ നെക്സ്റ്റ് ഇവൻ നമ്പർ അല്ലെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് അടുത്ത ഇരട്ട സംഖ്യ, x+1 ആയിരിക്കും. അപ്പൊ ഉത്തരം എന്താണ്, നെക്സ്റ്റ് ഇവൻ നമ്പർ ഈസ് x+1. അടുത്ത ഇരട്ട സംഖ്യ x+1 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. Prove that the product of two consecutive even numbers added to 1 gives a perfect square. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടും എന്ന് തെളിയിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് അടുത്തടുത്ത ഈവൻ നമ്പേഴ്സ്. ഇപ്പൊ ഇവിടെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ അടുത്തടുത്ത ഈവൻ നമ്പേഴ്സ് ഏതാ, ഒന്ന് x-1 ആണ്, രണ്ടാമത്തത് x+1 ആണ്. ഇവ രണ്ടും ഗുണിച്ച് അതിന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അഥവാ പൂർണ്ണവർഗമാണ് കിട്ടുക എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, x-1 ആദ്യത്തെ ഈവൻ നമ്പർ, അടുത്ത ഈവൻ നമ്പർ ഏതാ, x+1. ഇത് രണ്ടും ഗുണിച്ച് ഇതിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ആഡഡ് ടു 1 എന്നിട്ട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം കിട്ടും എന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി, ഈ എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, നമുക്കറിയാം a-b ഇൻറ്റു a+b എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ആദ്യം തന്നെ ഈ എ എടുക്കും, എനെ ഇതിലെ അതായത് ഈ നെക്സ്റ്റ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് ടേമുമായിട്ട് ഗുണിക്കും. അതിനുശേഷം ഈ എനെ തന്നെ എന്ത് ചെയ്യും, സെക്കൻഡ് ടേമുമായിട്ട് ഗുണിക്കും. അതിനുശേഷം ബി എടുക്കും, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ടേമുമായിട്ട് ഗുണിക്കും, അതിനുശേഷം സെക്കൻഡ് ടേമുമായിട്ട് ഗുണിക്കും. അപ്പൊ ആദ്യം എ ഇൻറ്റു എ എന്ത് വരും, എ സ്ക്വയർ. പിന്നെ എ തന്നെ ബി കൊണ്ട് ഗുണിക്കും, എ ഇൻറ്റു ബി എന്ത് വരും, എ ബി. ഓക്കെ, അത് കഴിഞ്ഞാലോ മൈനസ് ബി ഇൻറ്റു എ. ഓക്കെ, മൈനസ് ബി ഇൻറ്റു എ എന്ത് വരും, മൈനസ് ബി എ. ഇനി മൈനസ് ബി ഇൻറ്റു പ്ലസ് ബി എന്ത് വരും, മൈനസ് ബി സ്ക്വയർ. ക്ലിയർ ആയില്ലേ? അതുപോലെയാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേംസുകളെ ഗുണിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ, എക്സ് ഇൻറ്റു എക്സ് ആണ് ആദ്യം ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എന്താ, എക്സ് സ്ക്വയർ. പിന്നെ ഈ എക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ +1 ഗുണിക്കണം. എക്സ് ഇൻറ്റു +1 എന്ത് വരും, പ്ലസ് എക്സ്. ഇനി -1 ഇൻറ്റു എക്സ്, അതായത് -1 ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് ടേം കൊണ്ട് ഗുണിക്കണം. -1 ഇൻറ്റു എക്സ് എന്ത് വരും, മൈനസ് എക്സ്. -1 ഇൻറ്റു +1 എന്ത് വരും, -1 സ്ക്വയർ. -1 ഇൻറ്റു +1 ആണ് ചെയ്തത്, മൈനസും പ്ലസും എന്തായി, -1 ഇൻറ്റു 1 1 സ്ക്വയർ. അങ്ങനെയാണ് ഇവിടെ -1 സ്ക്വയർ വന്നിട്ടുള്ളത്. ഈക്വൽ ടു എക്സ് സ്ക്വയർ അതുപോലെ എഴുതുന്നു. സോറി, ഇവിടെ ഒരു +1 കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി. ഓക്കെ, എക്സ് സ്ക്വയറിന് അതുപോലെ എഴുതി. പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ത് വന്നു, എക്സ് മൈനസ് എക്സ് 0. അതുപോലെ -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ -1 + 1 എന്തായി, അതും 0. അതായത് ബാക്കി എന്ത് വന്നു, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എന്താണ്, എക്സ് സ്ക്വയർ. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം എന്ന് പറയുന്നത് എന്തിനെയാണ്, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇവയുടെയൊക്കെ വാല്യൂസിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗമായിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം, ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Write the first term and the common difference of the arithmetic sequence whose algebraic expression is 3n plus 5. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n+5 ആണ്. ശ്രേണിയുടെ ആദ്യ പദം, പൊതുവ്യത്യാസം എന്നിവ എഴുതുക. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം നമുക്ക് തന്നിട്ടുണ്ട്. ആൾജിബ്രായിക് ഫോം എത്രയാണ് തന്നിട്ടുള്ളത്? 3n+5. ഈ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ നിന്നും ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും, ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, an+b. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്നിന്റെ കൂടെയുള്ള സംഖ്യ. ഇവിടെ എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാണ്? എ അല്ലേ? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എ ആയിരിക്കും. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കാണാനുള്ള ഷോർട്ട് കട്ട് എന്താണ്? ഈ n അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താ? a+b. അപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ a-b. അതാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കാണാനുള്ള ഷോർട്ട് കട്ട്. ക്ലിയർ ആയില്ലേ? ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ നിന്നും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് സ്മോൾ ലെറ്റർ d ഈക്വൽ ടു എങ്ങനെയാണ് കാണുക? എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാ? 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 3. ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം സ്മോൾ ലെറ്റർ f ഈക്വൽ ടു എങ്ങനെയാണ് കാണുക? എന്നിനെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തൊക്കെയാ? 3+5. 3+5 എത്രയാണ്? 8. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 8 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 5. റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രായിക് ഫോം. ആദ്യ പദം 8ഉം പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ട് അതിൽ നിന്നും കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഇവിടെ നേരെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണണം. ഫസ്റ്റ് ടേം എത്രയാണ് തന്നിട്ടുള്ളത്? 8. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് തന്നിട്ടുള്ളത്? 5. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു ഇക്വേഷൻ എന്താ? dn+f-d ഈക്വൽ ടു ഡിന്റെയും എഫിന്റെയും സ്ഥാനത്ത് കറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് എന്നിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കില്ല. ഓക്കെ, ഡി എത്രയാ? 5n പ്ലസ് എഫ് എത്രയാണ്? 8 മൈനസ് ഡി എത്രയാണ്? 5 ഈക്വൽ ടു 5n പ്ലസ് 8ൽ നിന്നും 5 പോയാൽ 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 5n+3. ക്ലിയർ ആയില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് 2020 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ 2019 SSLC ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.